ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഡ്രിവൺ ചെയ്യുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ഡേറ്റ വെച്ചിട്ടാണ്. മോസ്റ്റ്ലി അങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസസ് ഹൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു പ്രോസസ്സാണ് എത്രയോ കാലങ്ങളായിട്ട്, കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോർമസ് കടലിടുക്ക് തുറക്കുന്നില്ല, അതൊരു സ്ലോ പ്രോസസ്സാണെന്ന് ഒരുപാട് കാലമായിട്ട് ഞാൻ ഗ്രൂപ്പിനകത്ത് ഇല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. ബിക്കോസ് അതിനൊരു പ്രോപ്പർ ഫ്രെയിം വർക്ക് ഇല്ലാണ്ട് ചുമ്മാ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറാൻ്റെ ഹോൾഡിംഗ് നഷ്ടപ്പെടുത്തും. അതുപോലെ തന്നെ അത് തുറന്നു കൊടുക്കാതിരുന്നു കഴിഞ്ഞാലും ഗ്ലോബൽ അൺസർട്ടനിറ്റി ഉണ്ടാകും. ഇടയ്ക്ക് നമ്മുടെ UK-യുടെയും ഫ്രാൻസിൻ്റെയൊക്കെ വാർഷിപ്പ് ഹോർമസിലേക്ക് വന്നിരുന്നു. ആ അത്രത്തോളം അതൊരു വലിയൊരു ഗ്ലോബൽ വാറിലേക്ക് പോകാനുള്ള ഒരു റീസൺ അവിടെ തന്നെ ഉണ്ട്. സോ രണ്ടും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ ആ ഫ്രെയിം വർക്ക് ഡിലേ ആയിക്കൊണ്ട് പോകുന്നത് കാരണമുള്ള ഒരു വലിയൊരു അരക്ഷിതാവസ്ഥ ഇന്ന് മാർക്കറ്റിനകത്ത് നിൽപ്പുണ്ട്. ഗ്ലോബ് എന്നുള്ളൊരു വേൾഡിനുള്ളിൽ തന്നെ അരക്ഷിതാവസ്ഥ മൊത്തത്തിൽ ഉടലെടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. സോ അത് കാരണം നമ്മുടെ PM മോഡിയും സംസാരിച്ചിരുന്നു ഗോൾഡിൻ്റെ ഇമ്പോർട്ട് കുറയ്ക്കാനും ക്രൂഡ് ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കാനും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞിരുന്നു ഇടയ്ക്ക് പേഴ്സണലി അതൊരു ലോക്ക്ഡൗൺ ഫേസിലേക്ക്, അത് ആൾക്കാരുടെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലോക്ക്ഡൗൺ ഫേസിലേക്കല്ല, നമ്മുടെ കൺസെപ്ഷൻ ലോക്ക്ഡൗൺ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാർക്കറ്റ് പോകുന്ന ഒരു നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ ഒരു കൺട്രോൾ വരുത്തുക എന്നുള്ള ഒരു സംഭവം. പുതിയ വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ എന്നെ ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അല്ലേ. പേഴ്സണലി എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഡേറ്റാസ് പോലും അവിടെ ബ്രേക്ക് ചെയ്ത ഒരു സിറ്റുവേഷൻ വന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ നിൽക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് മാർക്കറ്റിൽ നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിങ് അധികം പുതിയ പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അരക്ഷിതാവസ്ഥ എല്ലാ മേഖലകളിലും വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ ഇന്നും സൂക്ഷിച്ച് വച്ചിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ ഇട്ടുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു ബിസിനസ്സിനകത്ത് നമ്മൾ പുതിയതായിട്ട് ഫണ്ട് ഇറക്കത്തില്ല. ഇറക്കിയ ഫണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കാശുണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അത് സന്തോഷകരമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. പുതിയൊരു ബിസിനസ് സംരംഭം നമ്മൾ സാധ്യതയില്ലാത്ത ഒരു മാർക്കറ്റിനകത്ത് ഇറക്കത്തില്ല. അത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഞാനും പേഴ്സണലി ചെയ്യുക. നല്ല മാർക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ബിസിനസ്, അതായത് ബയ്യിങ് പവർ ഇല്ലാത്ത മനുഷ്യൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്ര നല്ല സാധനം കൊടുത്താലും, എത്ര വില കുറച്ച് സാധനം കൊടുത്താലും അത് ബൈ ചെയ്യാൻ അയാൾക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത്. ഇത് ഒരു കുറച്ചുകൂടെ ബിഗിനർ ലെവലിൽ നിന്ന് കുറച്ച് മേളിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ബയ്യിങ് പവർ പാർട്ടി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഇല്ലെങ്കിൽ ഇന്ത്യൻ റീറ്റെയിലേഴ്സ് എത്തിയിട്ടുണ്ട്. സാധാരണ വലിയ ആൾക്കാർ ഈ സമയത്താണ് മേടിക്കുക എന്നുള്ളത് കൂടെ ചേർത്ത് വായിക്കുക. എന്നിട്ട് ഇന്നത്തെ 2 ദിവസത്തെ FIIയുടെ ഡേറ്റ നോക്കിയാൽ 2 ദിവസമായിട്ട് FIIs ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ബൈയിങ് നിർത്തിയ കാലഘട്ടത്തിലാണ് അവർ മേടിക്കുന്നത്. ഇനി ഇതിന് താഴെ അതിന് ബൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ. ഞാൻ ഇന്ന് പറഞ്ഞത് എല്ലാ വീഡിയോസും ഞാൻ ബിഗിനർ ലെവലിൽ സംസാരിക്കാറുണ്ടെങ്കിൽ ഇന്ന് ബിഗിനർ ലെവലല്ല, കുറച്ചുകൂടെ മേളിലേക്ക് ഞാൻ സംസാരിച്ചു. ബിക്കോസ് മാർക്കറ്റിൻ്റെ ആ ഒരു ഷിഫ്റ്റിംഗ് അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ വാർ അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഒരു വറിയിങ് ഫാക്ടറായിട്ടുള്ളത്. നോക്കാം, ആ വാറിനൊരു എൻഡിങ് സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ FII ബൈയിങ് വന്നു കഴിഞ്ഞാൽ, കാരണം അടിപൊളിയാണ്. ഇന്ത്യൻ റുപ്പിയുടെ ഡേറ്റയും വീക്കാണ്. അത് കാരണം പുതിയ ബൈയിങ് എടുക്കാൻ പറ്റുന്നില്ല. അതൊന്ന് ബെറ്റർ ആവാൻ എന്തെങ്കിലും ഒരു ഡിസിഷൻ RBI എടുക്കാൻ തുടങ്ങിയാൽ ആദ്യത്തെ സ്വിംഗ് പൊസിഷൻ അവിടെ നിന്നിട്ട് തുടങ്ങാം. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അത്രയും ഡേറ്റാസ് എടുത്ത് എൻ്റെ മൈൻഡ് എന്താണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. ഞാൻ എല്ലാം പെർഫെക്റ്റ്ലി അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാനും പറ്റത്തില്ല. ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വേർഡ്സ് 2 രീതിക്കും എടുക്കാൻ സിറ്റുവേഷൻ ഉണ്ട്. സോ അത് ഏറ്റവും ശ്രദ്ധയോടെ സംസാരിക്കുക എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തു പോയത്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരാം.
ഓക്കെ, ഇതാണ് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. മാർക്കറ്റിലൊരു ഡബിൾ ബോട്ടം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാർക്കറ്റിലൊരു സിമെട്രിക് ട്രയാങ്കിളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ സിമെട്രിക് ട്രയാങ്കിൾ ഡെഫിനറ്റ്ലി കൺഫ്യൂഷൻ തരുന്നൊരു സിറ്റുവേഷനാണ്. മാർക്കറ്റിൻ്റെ ഈ രണ്ട് ക്യാൻഡിൽ കണ്ടിട്ട് ഇത് വീക്ക് ആവാനുള്ള സാധ്യതയാണ് ഞാൻ അന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നത് അല്ലേ. ആ വീക്കായ ട്രേഡും ഞാനവിടെ ഈ വീഴ്ചകളെല്ലാം ഞാൻ ട്രേഡിനകത്ത് പറഞ്ഞിരുന്നു. ഈ ഒരു ക്യാൻഡിൽ തൊട്ട് നമ്മുടെ വീഴ്ച കംപ്ലീറ്റ്ലി നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിരുന്നു. ഏതാണ്ട് അതിൻ്റെ സപ്പോർട്ട് ഏരിയ എത്തിയപ്പോഴേക്ക് 23,500 600 500 440 എത്തിയപ്പോഴേക്കും നമുക്ക് സപ്പോർട്ട് അടിച്ചു. പക്ഷേ ഒരു ക്യാൻഡിൽ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ക്യാൻഡിലുകൾ താഴെ പോയി തിരിച്ച് സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്തു. 23,720 അവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ഒരു ലൈൻ എന്ന് പറയുക. ഇതേ വന്ന് ഹിറ്റ് ചെയ്ത് ആ ലൈനിൻ്റെ ഒരു 880 നിന്ന് പ്രഷർ എടുക്കാൻ തുടങ്ങിയാണ്. 880 to 720 ഒരു പിടുത്തം. അതായത് 800-ന് 80 പോയിൻ്റ് മേളിലും 80 പോയിൻ്റ് താഴെയാണ് ആ ഒരു ഇൻവിസിബിൾ ഏരിയ ഉള്ളത്. ആ ഏരിയയിൽ നിന്ന് പ്രഷർ ചെയ്ത് 23,650 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രൂഡ് ഓയിൽ 10,000-ന് മേളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ $110 എത്തിയിട്ടുണ്ട്. സോ 100-ന് താഴെ നിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ ആവറേജ്. 110 അതിൽ നിന്നും 10% മേളിലേക്ക് കയറിയിട്ടുണ്ട്. സോ അത് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത ഇപ്പോൾ ആ സപ്പോർട്ട് ലൈനിൻ്റെ തൊട്ടടുത്തായിരിക്കാം. ഏതാണ്ട് 23,500 റേഞ്ചിൽ അടുത്ത താഴേക്കുള്ള ലെവൽസ് 440, 350, 240 ഈ 3 ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ അവസാനം എടുത്തിരിക്കുന്ന സപ്പോർട്ട് ഓൾമോസ്റ്റ് 23,350 ഇത് ഏറ്റവും എടുക്കേണ്ട ഏരിയാസ് 440 അപ്പോൾ ഇതിലെ ഓരോ ലൈൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ലൈൻസ് ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. 23,720 23,800 തന്നെ എടുക്കാം. 23,800, 23,720 സെക്കൻഡ്. ഓക്കെ, 23,800, 23,720 ഈ ലെവലൊന്നും എത്തിയിട്ടില്ല. ഇന്നത്തെ റെസിസ്റ്റൻസസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. 800, 880 നോക്കുക. 23,880, 800, 720, 660, 600, 520 വരെയാണ് ഇന്നത്തെ റെസിസ്റ്റൻസ് ലൈൻസ് എന്തെന്ന് പറയുക. ഈ ടോപ്പ് എൻഡൊക്കെ എത്താൻ ഇന്ന് സാധ്യത തീരെ കുറവാണ്. അത് തിരിച്ചു വരണമെങ്കിൽ അതിൻ്റേതായ കുറേ പോസിറ്റീവ് ഫ്രെയിം വർക്ക്സ് നടന്നിരിക്കണം. അതില്ല, ഇന്നത്തെ മാർക്കറ്റിനകത്തില്ല. സോ ഇനി നമുക്ക് സപ്പോർട്ടിലേക്ക് നമുക്ക് പോവാം. 23,520 ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത് 23,440, 350, 240 സപ്പോർട്ട് പറയുന്നത്. 240 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കര വീക്കാവും. സോ 23,000-ൻ്റെ താഴെയൊക്കെ പോകാൻ, 22,800-ന് താഴേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാവും. സോ അങ്ങനെ വരാതിരിക്കട്ടെ. പക്ഷേ പാറ്റേൺസ് വീക്കാണ്. ഇതൊരു വലിയൊരു ജമ്പ്, അടുത്തൊരു ജമ്പ്, ഓക്കെ, റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും താഴേക്കുള്ളൊരു സിറ്റുവേഷനാണ് എൻ്റെ മനസ്സിനകത്ത് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഞാനൊന്ന് മാറ്റി വരച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. ഒരു ഫോളിംഗ് വെഡ്ജ് അതിനകത്ത് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇതായിരിക്കാം ഞാൻ എൻ്റെ മനസ്സിനകത്ത് കീപ്പ് ചെയ്യുന്ന പാറ്റേൺ. പക്ഷേ വീക്ക് തന്നെയാണ്. സോ ഫോളിംഗ് വെഡ്ജ് സാധാരണ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൊമെൻറ്റത്തിൽ തിരിച്ച് കയറിപ്പോകും. അങ്ങനെ ഒരു ന്യൂസ് വന്നാൽ മാത്രമേ അത് ബ്രേക്കിങ്ങിന് സാധ്യതയുള്ളൂ. സോ 8 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ. ആ ഒരു ടൈം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. പാറ്റേൺസ് വീക്കാണ്. അപ്പോൾ ഒരു എന്ത് ട്രേഡാണെങ്കിലും അതിലൊരു SL കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.